കഴിഞ്ഞ ദിവസം കുറച്ചാളായിട്ട് ബാങ്ക് മാനേജർ വിളിക്കുന്നുണ്ട്. കാരണം ഫോണിന്റെ EMI എല്ലാം മുടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ബാങ്കർസും കാര്യം. അപ്പൊ നേരിട്ട് ഞാൻ ചെന്ന് സംസാരിച്ചു. ഓക്കെ, ബാങ്കിൽ ചെന്ന് ഞാൻ മാനേജറോട് നേരിട്ട് ചെന്ന് സംസാരിച്ചു. കറക്റ്റ് രീതിയിലെല്ലാ വീഡിയോസും അതോടൊപ്പം തന്നെ എന്റെ എവിഡൻസും എന്റെ ഹൈലൈറ്റ്സ് എല്ലാ എവിഡൻസും ആയിട്ടുണ്ട് യൂണിവേഴ്സൽ മാറ്റിക് കിടത്തിൽ. അപ്പൊ ഈ എവിഡൻസ് എല്ലാം കാണിച്ചപ്പോൾ ലോജിക്കലി ഞാൻ പറഞ്ഞില്ലേ 95% ആ ഒരു എലികൾ അല്ലെങ്കിൽ ആ ബുദ്ധിയില്ലാത്തവർക്ക് മനസ്സിലാവില്ല. കാരണം അതായത് എലികളെ പോലെ അല്ലെങ്കിൽ ഒരു ചൂണ്ടിടാൻ നേരത്ത് പിന്നെയും മീമെന്ന് കുത്താറില്ലേ, അതായത് അത് കെണിയാണെന്ന് അറിയാതെ പിന്നെയും എന്നെ പോലെ ആ വിഡ്ഢികൾക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് മൂളയുള്ള ആൾക്കാർക്ക്, കുറച്ചൊരു ബോധം അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായി. അങ്ങനെ പേനവേദ എന്നോട് ചോദിച്ചു, അതായത് ഒരു വലിയ ബാങ്കിന്റെ മാനേജർ എന്നോട് ചോദിച്ചത് എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഇതെല്ലാം അന്ന് ആ ഒരു 2017 പണം കട്ടായ അല്ലെ നോട്ട് നിരോധിച്ച പോലെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതായി കോമ്പറേറ്റ് പോകുന്നു. അതായത് നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചപ്പോൾ അവിടെ എനിക്ക് സൊല്യൂഷൻ കിട്ടി. എനിക്ക് ഇനി EMI കാര്യം നടക്കണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തറിയുമ്പോൾ എല്ലാ ബാങ്കും കൊളാപ്സ് ആവും. കാരണം എല്ലാവരും പണം പോകുന്ന അറിയുമ്പോൾ ഓടി ബാങ്കിലേക്ക് ചെല്ലും. ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ എന്റെ ആ ഒരു പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ മൊത്തം സൊസൈറ്റി. അതായത് ഈ അപ്പൂമാരുടെ കയ്യിരിക്കുന്ന ഈ ഗവൺമെന്റ് ആണെങ്കിലും ഈ അപ്പൂമാരുടെ കയ്യിരിക്കുന്ന ഈ ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിലും കുറച്ച് ആൾക്കാർ ആ ഒരു കറക്റ്റ് രീതിയിൽ ചെന്നൊന്ന് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നേപ്പാളിലും ഈ പറയുന്ന ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും എല്ലായിടത്തും ആ ഒരു പ്രതികരണം തുടങ്ങിയ ആൾക്കാർ അതായത് പ്രതികരിക്കണം. കാരണം ഈ അപ്പൂമാരുടെ കയ്യിലുള്ള അവർക്ക് കൂടി ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടി ഉണ്ടാവും എല്ലാവിധ ലീഡേഴ്സിനുള്ള ആയുസ്. പക്ഷെ നമ്മുടെ ആയുസ് അങ്ങനെയല്ല, നമ്മുടെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആയുസ് അങ്ങനെയല്ല. അവനൊക്കെ ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അവന്റെ ശ്വാസവും അവന്റെ പ്രാണനവും അവന്റെ ശരീരവും എല്ലാം വിറ്റ് തിന്നല് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അത് തന്നെയായിരുന്നു. അതായത് ഞാൻ ഇനി അടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഇത് അടക്കില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്നുള്ള രീതിയിൽ അത് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവര് പിന്നെ ഡിസ്കഷൻ ആയി, അവരുടെ ഡിസ്കഷൻ ആയി. അപ്പൊ ഇത് തന്നെയാണ്. ഓക്കെ, എല്ലാവരും പണത്തിന് പുറകെയല്ലേ ഓടിയത്, അവർ ഓടിച്ചത്. അപ്പൊ ഇപ്പൊ അതിന്റെ അവസാനം എത്തിക്കഴിഞ്ഞു. അതായത് എന്തൊരു കണ്ടുപിടുത്തം ഇവിടെ വരുമ്പോഴും നമ്മളെല്ലാം കൈകെട്ടി മേടിച്ച് നോക്കി. കാരണം അപ്പന്മാരുടെ ആ ഒരു ഭരണം തന്നെ ഇങ്ങനെയാണ്. ഇപ്പൊ യമുന എല്ലാം ഹൈലി പൊല്യൂട്ടഡ് ആയി. അപ്പൊ പ്രധാനമന്ത്രിക്ക് വേണ്ടി മാത്രം അവിടെ ഒരു ഫോണ്ട് ഉണ്ടാക്കി. ഓക്കെ, അതായത് വിഡ്ഢികൾ ഈ പുഴുക്കളാരും പ്രതികരിക്കില്ല. അപ്പൊ അവർക്ക് എന്തും ചെയ്യാന്നുള്ള കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ ഒരു വർഷം 1,70,000 പേരാണ് റോഡിൽ കുഴിയിൽ വീഴുന്നത്. അതായത് പുഴുക്കൾ. ഓക്കെ, അതായത് സാധാരണ ആൾക്കാർ, പ്രതികരിക്കാത്ത ആൾക്കാർ, വിഡ്ഢികൾ. അതായത് ആ വിഡ്ഢികൾക്ക് ഉള്ളത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്നുള്ള ഇത് മാത്രമായിരിക്കും. ഓക്കെ, അവർക്ക് വേറൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ കുറെ പേര് അങ്ങനെ വീണ് മരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു കോമഡി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഈ ഒരു കോമഡിയിൽ ഒരിക്കലും യങ്സ്റ്റേഴ്സ്, അതായത് ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞല്ലോ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമസ്ത പ്രപഞ്ചത്തിലും ഞാനെന്നുള്ള ഒരാളുണ്ട്. ഓക്കെ, വിഷ്ണു എന്നുള്ള ഒരാളുണ്ട്. അപ്പൊ വിഷ്ണു എന്നുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചും കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നടക്കുന്ന ഈ വിഡ്ഢിത്തരങ്ങളല്ല നിങ്ങളെ സംബന്ധിച്ച് വിഡ്ഢിത്തരങ്ങളൊന്നും അല്ല, അത് നോർമൽ ലൈഫാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് വിഡ്ഢിത്തരങ്ങൾ തന്നെയാണ്. എന്റെ ഒരു ലൈഫ് നിയന്ത്രിക്കാൻ കുറച്ച് അപ്പന്മാര് പൊക്കത്തുള്ള കാര്യം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഇതെല്ലാം ഞാൻ പൊളിച്ചെഴുതും. കാരണം അതോടൊപ്പം തന്നെ ഭാവി അല്ലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം. ഇവിടെ ധർമ്മം വേണം, സത്യം വേണം, കാരുണ്യം വേണം, അല്ലാതെ മതഭ്രാന്ത് വേണ്ട. ഓക്കെ, സന്തോഷം സമാധാനം വേണം. അപ്പൊ അത് കൊടുക്കുക. ഓക്കെ.